ബഹുമാനപ്പെട്ട കോടതി CC നമ്പർ 8/2019 നിയമഭേദഗതി ആ വിവരങ്ങൾ ആക്ട് പറയുന്നത് പ്രകാരം 2019 ആക്ട് പറയുന്ന പ്രകാരം 1946 ഭേദഗതി പ്രകാരം ബിൽ പറയുന്ന 8 ഫോറങ്ങൾ 157 നമ്പർ, ചെക്ക് ബുക്ക് നമ്പറും ബുക്കിലെ നമ്പറും ലോ നമ്പർ, ആ റെസീറ്റിൽ ബി പറയുന്ന നോട്ടീസ് നമ്പറും ബി പറയുന്ന ചെക്ക് ബുക്ക് നമ്പറും ആ ഫോറത്തിൻ്റെ ഡേറ്റിലും ഈ റെഗുലേഷൻസിൽ വരുന്ന ആ പ്രിൻ്റ് അടിച്ച നമ്പർ പ്രകാരം അടിയന്തര സഹായം എല്ലാം വ്യക്തമായ മറുപടി ഇട്ടിട്ടുണ്ട്. ആ നിയമത്തിൽ ജഡ്ജി പറഞ്ഞത് നിങ്ങൾ സുപ്രീം കോടതി പോകുന്നു. 1946 സുപ്രീം കോടതി നിയമം ഇടില്ല. ഈ റെഗുലേഷൻസ് പറഞ്ഞ 2000 ചാർജ് യൂണിയൻ്റെ സംഘടന പ്രകാരം ആക്ടിൽ പറഞ്ഞ പ്രകാരം 2023 ഭേദഗതി പ്രകാരം ഇന്ന് ആ ചട്ടം എല്ലാം കോടതിക്കും ബാധകമാണ്. ആ ചട്ടം പറയുന്ന പ്രകാരം ബി പറയുന്ന പ്രകാരം 157, 167 റീഗൻസ്ലി സഹകരണ ബാങ്കിൻ്റെ നിങ്ങൾ 2000 സഹകരണ ബാങ്കിൻ്റെ കോപ്പറേറ്റീവ് വിൽക്കണം. അതിൽ ഇ ഡി പറഞ്ഞത് നിങ്ങൾ അഴിമതി നടത്തത് ഇ ഡി പറഞ്ഞത് നിങ്ങൾ അഴിമതി നടത്തിയാണ്. ഇ ഡി പറഞ്ഞാൽ ഭൂട്ടാൻ ടിക്കറ്റല്ല, ഭൂട്ടാൻ ടിക്കറ്റിൻ്റെ നമ്പർ വ്യക്തമാക്കണം. ഭൂട്ടാൻ ടിക്കറ്റിൻ്റെ നമ്പറും വ്യക്തമാക്കണം. ഈ നോട്ടീസ് നമ്പർ സഹകരണ ബാങ്കിൻ്റെ ഈ ബുക്കിലെ നമ്പറും അവരെ ബാങ്കിൻ്റെ കുടിശ്ശിക നമ്പറും ബി പറയുന്ന പ്രകാരം എല്ലാം വ്യക്തമായ മറുപടി കിട്ടണമെന്ന് അടിയന്തര സാഹചര്യമുണ്ട്. ഹോസ്ദുർഗ് കാസർഗോഡ് ജില്ലേൻ്റെ കൺസ്യൂമർ കോടതി ഹോസ്ദുർഗ് സഹകരണ ബാങ്കിൻ്റെയും ഇവരെ 2000 ഫാർമസി ബാങ്കിൻ്റെ ഏതെല്ലാം ബാങ്ക് ഹോസ്ദുർഗ് സഹകരണ ബാങ്കിന് കാർഷിക വികസന ബാങ്ക് അതെല്ലാം വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടണമെന്ന് അടിയന്തര സഹായം ബോധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഫോറത്തിൽ ഞാൻ പറഞ്ഞത് ഈ ഡേറ്റിൽ 20/1/2021 നിയമഭേദഗതി പ്രകാരം 2023 ഭേദഗതി പ്രകാരം 2022 2021 2015 ഈ ഭേദഗതി പ്രകാരം ആ ചട്ടത്തെ റെഗുലേഷൻസിൽ അടിയന്തര സഹായം വ്യക്തമായ മറുപടി കിട്ടണമെന്ന് എക്സിക്യൂട്ടീവ് മുമ്പാകെ ബോധിപ്പിച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ സിവിൽ ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം ഈ ഫോറത്തിലെ എല്ലാ നമ്പറുകളും സർട്ടിഫിക്കറ്റ് എനിക്ക് അടിയന്തര സഹായമുണ്ട്. ആ 8 നമ്പറിൽ 1 മുതൽ 8 നമ്പർ പ്രകാരം ഒരു ലോണിന് തന്നെ എ പ്രകാരം ഒരു ലോണിന് 8 ആക്കിയിട്ടുണ്ട്. അങ്ങനെ H വരെ ഈ നമ്പറിൽ 8 വരെ ആക്കിയിട്ടുണ്ട്. ബി പ്രകാരം ബിയിലും പറഞ്ഞത് 8 ലോൺ ആക്കിയിട്ടുണ്ട്. ഈ സഹകരണ ബാങ്കിൻ്റെ വ്യക്തമായ മറുപടി കിട്ടണം. അടിയന്തര സഹായം ബോധിപ്പിച്ചിരുന്നു.